അല്ല, ടോറസ് നോട്ട്. നമുക്ക് ഷാംഫർ എടുക്കണ്ടേ, ടോറസ് നോട്ട് എടുക്കാം. ടോറസ് നോട്ട് എടുക്കുക, വരയ്ക്കുക. ടോറസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടുള്ള ഒരു സാധനമാണ്, റൈറ്റ്? അതിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോറസ് നോട്ട് കേട്ടോ, ടോറസ് നോട്ട് എന്ന് പറഞ്ഞ സാധനം, ഇതാ ഈ സാധനം, ഇതാ എവിടെയാണ് കിടക്കുന്നത്, ഇതാ ടോറസ് നോട്ട്. എക്സ്റ്റൻഡ് പ്രൊമറ്റീവ്സിൽ കേട്ടോ. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുക അതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന്. അറൗണ്ട് 42 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ്. ഇത്തിരി ഒന്ന് കുറയ്ക്കാം, രണ്ടാമത്തെ റേഡിയസും കുറയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം. ഇതൊരു ടേബിളിൻ്റെ മുകളിൽ ഇരിക്കണം, ഇല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയ്ക്കകത്തിരിക്കണം. സ്റ്റുഡിയോയിലെ ലൈറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്റ്റുഡിയോ ലൈറ്റിങ്ങിന് ആദ്യം ഒരു ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ബോക്സ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഫ്രണ്ടിൽ പോയിട്ട് നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും വലിയ ബോക്സ് അല്ല, നമുക്ക് കനം കുറഞ്ഞ, കാരണം സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ നമുക്ക് വേണ്ടത്, റൈറ്റ്? ഇതിനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലോട്ട് എടുക്കാം. ബാക്കിലോട്ട് എടുത്ത്, റൈറ്റ്? ഇത്രയും തിക്നെസ് ഒന്നും വേണ്ട, ഇത് ഇത്രയും ഹൈറ്റ് 42 അല്ലേ, ഒരു 2 അങ്ങനെ മതി. ഓക്കെ, ബോക്സിന് വരെ നമുക്ക് പ്ലെയിൻ എടുക്കാം. തിക്നെസ് ഇല്ലാത്ത സാധനമാണ് പ്ലെയിൻ, അല്ലേ? പ്ലെയിൻ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ വന്ന് കൊണ്ടുവച്ച സാധനം ഇല്ലേ, അല്ലേ? ഗ്രൗണ്ടില്ല ആ സാധനം നമ്മൾ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇനി വേണ്ടത് ഇതിന് എഡിറ്റ് മെഷ് കൊടുക്കുക. കൺവേർട്ട് എഡിറ്റബിൾ മെഷ്. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും, എഴുതിക്കോ. ഓക്കെ, അടുത്തത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ എഡ്ജാണ്. എഡ്ജ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞത് ഇതാണ് എഡ്ജ്. കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് എഡ്ജ് സെലക്ട് ചെയ്യുക. കാണാൻ പറ്റില്ല ഇതിൻ്റെ എഡ്ജ്. ഇവിടെ എവിടെയെങ്കിലും സെലക്ട് ചെയ്യാതെ കുഴപ്പമില്ല, ഇല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് എക്സ്ട്രൂഡ് എന്നും പറഞ്ഞ സാധനമുണ്ട്. എക്സ്ട്രൂഡ് എങ്ങോട്ടാണ് വന്നതെന്ന് നോക്കി, താഴോട്ട് വേണ്ടോ. ഇനി ആ എഡ്ജിനെ, ഇവിടെ ഒരു എഡ്ജ് ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ പോയി കഴിയുമ്പോൾ ഫേസ് ലിറ്റ്, ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എഡ്ജ്ഡ് വിത്ത് ഫേസസ്, ഇതാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്മൂത്തായിട്ടാണ് പോവുക. അപ്പോൾ ആ സ്മൂത്തായിട്ടുള്ള പേപ്പർ പോലെ എന്തെങ്കിലും സ്ക്രീനാണത്. ഇവിടെ പോയിട്ട് ഷാംഫർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്യാം. ഷാംഫറിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുമ്പോൾ കേട്ടോ, റൈറ്റ്? അതിനകത്ത് നമുക്ക് സെഗ്മെൻറ്റ്സും ആഡ് ചെയ്ത് കൊടുക്കാം. എഡ്ജിൽ ഷാംഫർ വന്നു അല്ലേ, അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റ്സ്, ആഡ് സെഗ്മെൻറ്റ്സ്, ഷാംഫർ വാല്യൂ വീണ്ടും നമ്മൾ ലോക്കലി ഷാംഫർ ചെയ്യുകയാണ്, റൈറ്റ്? അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കൊണ്ടുവന്നേക്കുക, മനസ്സിലായില്ലേ? ഇതിനെ കൊണ്ടുപോയി നമ്മൾ ഇങ്ങനെ കൊണ്ട് നിലത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ, അകത്തോട്ട് പോകണ്ട, ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചു, റൈറ്റ്? ഇനി സ്റ്റുഡിയോയിൽ ഞാനിത് കൊണ്ടുവച്ചു. ഇത്തിലൂടെ ഒന്ന് വലിപ്പം കൂട്ടുക, ടോട്ടലി സ്കെയിൽ ചെയ്യുക. താഴോട്ട് പോലെ നമ്മൾ മൂവ് ചെയ്ത് മുകളിലോട്ട് വെക്കണം, ടച്ച് ചെയ്യണം അവിടെ. ഓക്കെ, ഇനി എന്താ, ഈ സൈഡ് രണ്ടും നമ്മൾ ബ്ലോക്ക് ചെയ്യണം. വേറെ ലൈറ്റുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ഒരു പ്ലെയിൻ ഇവിടെ വെക്കാം. പ്ലെയിൻ എവിടെ ഇപ്പോൾ വെക്കണ്ടേ? സൈഡിൽ. അപ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ചു, മൂവ് ചെയ്ത് ഇതിൻ്റെ അടുത്തോട്ട്. ഓക്കെ, ഇപ്പുറത്ത് വേറൊന്നും കൂടെ വേണം. അപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്തു അല്ലേ, ഒന്നുകൂടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റുഡിയോയുടെ സർഫസ് വന്നു. ഇനി ഇത് കാണാനായിട്ട് നമ്മളൊരു ക്യാമറ വെക്കണം. ഞാൻ ടാർഗറ്റ് ക്യാമറ വെക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട്
ഇനി ഞാൻ പ്രസ് സി ഞെക്കിയപ്പം എനിക്ക് കറക്റ്റായിട്ട് ആ ക്യാമറ ഇത് ക്യാമറ വ്യൂക്കിനകത്തൂടെ കാണുന്നത്, ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ഇത്തിരി ആംഗിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ F9 കൊടുത്ത് നോക്കാം എങ്ങനെയാണ് കാണുന്നത് സാധാരണഗതിയിൽ. ഇപ്പം മെറ്റീരിയൽ ഇല്ലാത്ത അവസ്ഥയല്ലേ അല്ലേ, ഇങ്ങനെയാണ് കാണുന്നത്. ഇതിപ്പോൾ കാണുന്നത് ഏത് വ്യൂ പോർട്ടിനകത്തൂടെ ക്വാഡ്. നമുക്ക് വേണ്ടത് ക്യാമറയാണ്. നമ്മൾ വീണ്ടും F9 2 ഇത് ക്യാമറ വ്യൂവിനകത്തൂടെ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച പലകയുണ്ട്, ഇവിടെ ഒരു പലകയുണ്ട്, ഇവിടെ ഒരു പലകയുണ്ട്, റൈറ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണ് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ആവുന്നതെന്ന്. അപ്പം ഇത് മാത്രമല്ല, ഈ സ്റ്റുഡിയോയിൽ ഞാൻ മുകളിലും ഒരു ഇത് വെക്കാൻ പോവാം, റൈറ്റ്. ഓക്കെ, F9 അടിച്ചു, ഒരു ഇതും വന്നിട്ടില്ല. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ മെറ്റീരിയൽ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ ഞാൻ കൊടുക്കുന്ന എന്താ ഇത് മെറ്റീരിയൽ പോയിട്ട് ആർണോൾഡ് പോയിട്ട് എന്താ പറയൂ, സർഫസിൽ പോകുന്നു. സർഫസിൽ പോയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു സർഫസ് അസൈൻ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ഇതിൽ അസൈൻ ചെയ്യാം. അപ്പോൾ ഒരു വൈറ്റ് കളറാണ് അസൈൻ ചെയ്തത്. പക്ഷെ എനിക്ക് വേണ്ടത് ഇത്തിരി സ്പെക്കുലർ കുറവ്, 0.5 എന്ന് പറഞ്ഞാൽ ആ കളറിൻ്റെ ഇത് ഇത്തിരി കുറവ്. പിന്നെ എനിക്ക് വേണ്ടത് ഇച്ചിരി ഗ്ലോസിനെസ് വേണം, റഫ്നെസ് വേണ്ട. എനിക്ക് വേണ്ടത് ഗ്ലോസിനെസ് ആണ്. മെറ്റൽനെസ് ഒരു 0.5 മെറ്റലിൻ്റെ ഒരു ഇഫക്റ്റ്. ഓക്കെ, നമ്മൾ F9 അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മെറ്റാലിക് ഇഫക്റ്റ് ഇവിടെ വന്നു, റൈറ്റ് അല്ലേ. ഒരു മെറ്റാലിക് ഇഫക്റ്റ്, ഇതിൻ്റെ റിഫ്ലക്ഷനും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ബ്രിക്സ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് ഈ രണ്ട് സൈഡിലും. ബ്രിക്സ്. അപ്പോൾ ഞാൻ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ കോപ്പി എടുത്താലും മതി. ഇതിൻ്റെ ഷിഫ്റ്റ് എടുത്ത് കോപ്പി എടുത്ത് ഇങ്ങോട്ട് വെക്കുക. പക്ഷേ ഇതിൽ നമുക്ക് വേണ്ടത് ഈ മെറ്റൽനെസ് എടുത്ത് കളയുക, 0, റൈറ്റ്. ഇനിയുള്ളത് നമുക്ക് ബേസിൽ ഇവിടെ പോയിട്ട് നമ്മുടെ ബിറ്റ് മാപ്പിൽ പോകുന്നു. ബിറ്റ് മാപ്പ് ലുക്കപ്പ് അല്ലേ, പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ബ്രിക്സ് ഇവിടെ ഉണ്ട്. ബ്രിക്സിനകത്ത് ഈ ഒരു പോയിന്റ് നമുക്ക് ബേസ് കളറിലോട്ട് കൊണ്ടുവന്നു. മനസ്സിലേ, റിഫ്ലക്റ്റീവ് ഉണ്ട്, അതിന് ഗ്ലോസിനെസ് എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട്. എവിടെ ഗ്ലോസിനെസ്? അഡ്വാൻസിനകത്തോ? ഇതല്ലേ സ്പെക്കുലർ? ഇത് തന്നെ, ഇതല്ലേ ഇൻഡയറക്റ്റ് സ്പെക്കുലർ 0.5. റഫ്നെസ് ആത്തും നമുക്ക് നമ്മുടെ ആ ബിറ്റ് മാപ്പ് കൊണ്ടുവരാം. ബിറ്റ് മാപ്പ് അത് തന്നെ, അതേ ബ്രേക്ക് ചെയ്യാൻ. ശരിക്കും പറയാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയാണ് വരണ്ട. ഇനി ആ ഗ്ലോസിനെസ് ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത്. ബേസ് കളർ, റഫ്നെസ്, ഡിഫ്യൂസ് ഈസ് കറക്റ്റ്, സ്പെക്കുലർ 0. ഇപ്പോൾ അത് പോയി. ഇനി എനിക്ക് അസൈൻ ചെയ്യണം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ, റൈറ്റ്, അസൈൻ കൊടുത്തു. അതിൻ്റെ ടൈലിംഗ് കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ ആ മെറ്റീരിയലിൽ പോയിട്ട് ടൈലിംഗ്, നമ്പർ ഓഫ് ടൈലിംഗ് എന്ന് പറയുന്ന സാധനം നമുക്ക് മാപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ടൈലിംഗ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ കൊടുത്ത UVW മാപ്പ് അല്ലേ, UVW മാപ്പ് കൊടുത്തിട്ട് ആ പ്ലാനർ സർഫസിൽ തന്നെ എനിക്ക് 2 വെച്ച് ഡബിളാണ്. ഇതും 2. നമ്പർ ഓഫ് ടൈൽസ് കൂടി. അപ്പോൾ F9 അടിച്ച് നോക്കുക, ബ്രിക്സിൻ്റെ ഇത് അവിടെ വന്നു, റൈറ്റ്. ഇപ്പുറത്ത് ഇതില്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കോപ്പി എടുത്താൽ മതി. ഇല്ല മെറ്റീരിയൽ അത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഇത് തന്നെ ഇങ്ങോട്ട് അസൈൻ ചെയ്താൽ മതി. F9 അടിക്കുന്നു, ഇവിടെയും വന്നു, ഇവിടെയും വന്നു. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊരു ഗ്ലാസ് ടൈപ്പ് ആക്കണം. ഗ്ലാസ് ഇപ്പോൾ ആദ്യം സെറാമിക് പോലെ ആക്കാം. അതെങ്ങനെ സെറാമിക്? അപ്പോൾ ഇത് ഈ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റെൻഡർ സെറ്റപ്പിൽ പോയിട്ട്, അതും എഴുതി വെച്ചോ കേട്ടോ, റെൻഡർ സെറ്റിങ്ങിൽ പോയിട്ട് ആക്റ്റീവ് ഷെയ്ഡർ മോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആക്റ്റീവ് ഷെയ്ഡർ മോഡ്
ഷെയ്ഡർ. ഇതിങ്ങനെ ഇരുന്നോളൂ. ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ഇതിൻ്റെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ റെൻഡർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണ്ട. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇപ്പം ക്യാമറ നീക്കിയെന്ന് വിചാരിക്കുക. ടോപ്പിൽ അവിടെ സെലക്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് പോയി. മാറുന്നുണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് ലൈറ്റ്, ഞാൻ ഇതിനകത്തോട്ട് ലൈറ്റ് കൊണ്ടുവരാൻ പോയി. ഡിഫറെൻറ്റ് ലൈറ്റ്. ഡിഫറെൻറ്റ് ലൈറ്റ്. ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന എവിടുന്നാണെന്നറിയോ? എൻവയോൺമെൻറ്റ് ലൈറ്റ്. പുറത്ത് അന്തരീക്ഷത്തിൻ്റെ ലൈറ്റ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ലൈറ്റിൽ നമുക്ക് ഇച്ചിരി വ്യത്യാസം വരും. ഓക്കെ. നമ്മൾ ഇത് സെലക്ട് ചെയ്ത് അടുത്ത മെറ്റീരിയലോട്ട് പുതിയതിലോട്ട് പോവാം. പുതിയ മെറ്റീരിയലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ കോപ്പി എടുക്കാം അല്ലേ? ഈ സാധനത്തിൻ്റെ കോപ്പി ഇവിടെ ഓക്കെ. ഷിഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പം എനിക്ക് സ്പെക്കുലർ 1 വേണം. പിന്നെ ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഈ കളറ് ഒരു സെറാമിക് കളർ പോലുള്ള ഒരു കളറ്, ഒരു വൈറ്റ് ആയിക്കോട്ടെ. ഞാൻ ഇതിനെ അസൈൻ ടു. ഇതും കൂട്ടൊക്കെ കണക്ഷൻ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടല്ലോ കണക്ഷൻ. നമുക്ക് വേണ്ട കണക്ഷൻ. ബ്രിക്സിൻ്റെയാണ് കോപ്പി ആക്കി അല്ലേ? ഓക്കെ. ബ്രിക്സിൻ്റെ കയറി നമ്മൾ പണിയുന്നത്. ഇതിൽ കണക്ഷൻ ഒന്നുമില്ലല്ലോ. അല്ല, ഇതാ ഞാൻ കോപ്പി എടുത്തത് അല്ലേ? ഇതല്ലേ കോപ്പി എടുത്തേ? ഓക്കെ. ഇനി ഇതിനെ നമ്മൾ അസൈൻ ചെയ്യാണ്. അസൈൻ ടു മെറ്റീരിയൽ. അതിലോട്ട് വന്നു. ഗ്ലസ് പോലെ ആയില്ല. ജസ്റ്റ് ലിറ്റ് ബിറ്റ് ഗ്ലൂസ്. സെറാമിക്കിൻ്റെ ഒരു ഗ്ലൂസിനെസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചെയ്യണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഓൾറെഡി ആക്റ്റീവ് ഷെയ്ഡർ കിടപ്പുണ്ടല്ലോ. ആക്റ്റീവ് ഷെയ്ഡർ പോയോ? ആക്റ്റീവ് ഷെയ്ഡർ പോയെന്ന് തോന്നുന്നു അല്ലേ? റെൻഡറിങ് സെറ്റപ്പ്. ആക്റ്റീവ് ഷെയ്ഡർ മോഡ് എടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും. ഓക്കെ. ഒരു പേളിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട് അല്ലേ? കാരണം ഇതേ മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ മാറ്റാൻ പോവാം. റെൻഡർ ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. നമ്മൾ എന്ത് വ്യത്യാസം വരുത്തിയാലും അത് റെൻഡർ ആയിക്കോളും. ഇതേ സെലക്ട് കഴിഞ്ഞാൽ ഈ ഭാഗമാണ് സെലക്ട് ആവുന്നത്. ഓക്കെ. നമുക്ക് ഇതല്ലേ സെലക്ട് ചെയ്തിട്ടുണ്ടേ? സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കളർ മാറ്റണം ചെറുതായിട്ട്. ലൈറ്റ് ബ്ലൂവിലോട്ട് കൊണ്ടുവരണം. ബ്ലൂ കളർ വരുന്നുണ്ടോ? റൈറ്റ്. ബ്ലൂ കളർ കണ്ടോ? മാറുന്നത്. ഇനി എനിക്ക് വേണ്ടത്, എനിക്ക് സ്പെക്കുലർ ഉണ്ട്. മെറ്റൽനെസ് 1 ആക്കുക. മെറ്റാലിക് എഫക്റ്റ് കൂടുതലായി ഇതിൽ. മനസ്സിലായില്ലേ? അത് കുറയ്ക്കുമ്പോൾ 0.2 ഒക്കെ കൊടുക്കുമ്പോൾ ചെറിയ ഇമ്മീഡിയറ്റ് റിസൾട്ട് കാണിക്കുന്നുണ്ടോ? സിസ്റ്റത്തിൽ പവർ വേണം. പിന്നെ വരുന്നത് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ സാധനം. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ട്രാൻസ്പെറൻ്റ് ആക്കും. 0.5 ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആക്കും. അപ്പോൾ നമ്മൾ ബ്ലൂ മാറ്റി ഇതിനെ വൈറ്റ് ആക്കാൻ പോവാം. ഇത് വൈറ്റ് ആക്കാൻ പോകും. കാരണം ട്രാൻസ്പെറൻറ്റ് നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത്. ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങി സാധനം. ഇത്തിരി ഹെവി ആവാൻ എന്ത്? അതെ. അപ്പോൾ നമ്മൾ എന്താ നീക്കിയത്? എന്തായിരുന്നു? ട്രാൻസ്മിഷൻ എക്സിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ ആ ലൈറ്റ് അങ്ങോട്ട് വീഴാൻ തുടങ്ങും. തിൻ വോൾഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ടെസ്റ്റ് ട്യൂബ് പോലെ ആക്കി തരും. കാണാൻ ഇച്ചിരി പാടാ. ടെസ്റ്റ് ട്യൂബ് പോലെ അതിനെ ഇച്ചിരി സമയം എടുക്കുന്നത് റെൻഡർ ചെയ്യാൻ. ഇപ്പോൾ ഉണ്ടോ? റൈറ്റ്. സോ നമ്മൾ എക്സിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത്ത് നമുക്കൊരു 0.5 കൊടുത്തു കഴിഞ്ഞാൽ ആ 0.5 എന്ന് പറഞ്ഞുള്ളൊരു ട്രാൻസ്പറൻസി ഇതിന് വരും. ഇനിയുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിനകത്ത്? ബേസ് കളറ്, പിന്നെ സ്പെക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്ലോസിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്
ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ സാധനം ട്രാൻസ്പെറൻസിയാണ്, മാക്സിമം 1 ചെയ്യാം. എക്സിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി റെൻഡർ ചെയ്യാൻ സമയമെടുക്കും. തിൻ വാൾ എന്നൊക്കെ പറയുമ്പോൾ റെൻഡർ ചെയ്യാൻ സമയമെടുക്കും. ട്രാൻസ്മിറ്റ് ഇതൊരു 0.5 2. അതിൻ്റെ വാല്യൂസ് രണ്ടരായി വരുന്നേ ഉള്ളൂ. പിന്നെ കോട്ടിങ്, ഒരു പർട്ടിക്കുലർ കോട്ടിങ് നമുക്ക് വേണം. ഒരു റെഡ് കോട്ടിങ് വേണം അതിൻ്റെ മുകളിൽ. കോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ 0.5. എഫക്റ്റ് അണ്ടർലൈൻ ഇത് നമ്മൾ 0.5. ഒരു ചെറിയ കോട്ടിങ്ങിൻ്റെ മുകളിലോട്ട് വന്നു. അപ്പോൾ കോട്ടിങ് കൂടുമ്പോൾ 1 ആകുമ്പോൾ കട്ടൊക്കെ വരും, മനസ്സിലായില്ലേ? അപ്പോൾ 0.2 വളരെ ചെറിയൊരു കോട്ടിങ് വരുന്നതിൻ്റെ മുകളിലോട്ട്. ബ്ലൂ കോട്ടിങ് എടുക്കാം നമുക്ക്, റൈറ്റ്. ഇനി നമ്മൾ ലൈറ്റ് കൊടുക്കാൻ പോവാം. നമ്മുടെ സീനിൽ എൻവയോൺമെൻറ്റ് ലൈറ്റ് എപ്പോൾ കിടക്കുന്നത്, നമുക്ക് നേരെ പോയിട്ട് ഒരു ലൈറ്റ് കൊടുക്കാം. ലൈറ്റ് ഇത് എവിടെയല്ലേ കിടക്കുന്നത്? ടാർഗറ്റ് ലൈറ്റ്. ഇറ്റ് ഈസ് റെക്കമെൻഡ് ഫിസിക്കൽ ക്യാമറ എക്സ്പോഷർ കൺട്രോൾ. ഓക്കെ, ഫുള്ള് ലൈറ്റ് വന്നു. പക്ഷെ എവിടെ, ഇതിനകത്ത് തന്നെയല്ലേ നോക്കിയേ, ഒരു ഇരുട്ടത്ത് നിൽക്കുന്ന പോലൊരു ഫീൽ. മാത്രമല്ല നമ്മുടെ ഇതിന് ഈ സാധനത്തിന് സെഗ്മെൻറ്റ്സ് കുറവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിത്തിരി സെഗ്മെൻറ്റ്സ് കൂട്ടി കൊടുക്കാം. എവിടെയാണ് സെഗ്മെൻറ്റ്സ് കൂട്ടുന്നത്? ഇതാ 120 ഒക്കെ കിടക്കുന്നത്, അത് ഇച്ചിരി കൂട്ടി കൊടുക്കാം. പിന്നെ ഇവിടെയുണ്ട് സെഗ്മെൻറ്റ്സ് കൂടുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ റേഡിയസ്, ഇവിടെ സൈഡ് സെഗ്മെൻറ്റ്. ഹെവി ആവും സാധനം, അത്രേ ഉള്ളൂ. സാധനം ഹെവി ആവും. സൈഡ്സിൽ 15 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ആ ലൈറ്റ് കൂട്ടണം അല്ലേ. ഈ ഒരു ഇതിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഹെവിയായി സാധനം. ഇതിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഇതിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ക്യാമറയുടെ അടുത്തോട്ട് കൊണ്ടുവരിക. വീണ്ടും ഇവിടെ കണ്ടോ, അതിൻ്റെ ആ ലൈറ്റിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നുകൊണ്ടോ. ലൈറ്റ് സെലക്ട് ചെയ്ത് ലൈറ്റിൻ്റെ ഇതിൽ പോയിട്ട് അതിന് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കും. ഇപ്പോൾ എത്ര ഇൻറ്റൻസിറ്റി കിടക്കുന്നത്? ഇറ്റ് ഈസ് CD അപ്പോൾ കിടക്കുന്നത്. ഇൻറ്റൻസിറ്റി 1500 അല്ലേ. ഒരു 2500 ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വാല്യൂ കൂടുതലാവും, ഇതിലോട്ട് വരാൻ തുടങ്ങും. ഇതിൽ വരുത്തുന്ന വ്യത്യാസങ്ങളെല്ലാം ഇവിടെ ഈ IM-ലാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും, ഇത് ഈ CD എന്ന് പറയുന്നത് നേരിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിൽ വീഴുന്ന ടാർഗറ്റ് ലൈറ്റ്. ഇതിനകത്ത് കളറ് ഫ്ലൂറസൻസാണ്, പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്ലൂറസൻസ് ഇല്ല, ഹലോജൻ. നമുക്ക് ഈ കളർ കളഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് തന്നെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ആർണോൾഡ് ലൈറ്റിംഗ് ഉണ്ട്. ആർണോൾഡ് ലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നമുക്ക് വേറെ സാധനങ്ങൾ ഈ ലൈറ്റ് തന്നെ നമ്മൾ ഉപയോഗിച്ചു. ആർണോൾഡ് ലൈറ്റ് ഇതിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് മൂവ് ചെയ്തിട്ട് ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത് മോഡിഫയറിൽ പോവാം. ഇപ്പോൾ ഒരു ചെറിയൊരു ഇതല്ലേ വരുന്നത്. ഇതിൻ്റെ സ്പ്രെഡ് എത്ര സ്പ്രെഡ് ആവണമെന്ന്, ഒരു 5 മോർ ഏരിയയിലോട്ട് സ്പ്രെഡാണ്. ഒന്നേ പോകത്തുള്ളൂ. പിന്നെയുള്ള ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി ഞാൻ 5 ആക്കി, 10 ആക്കി അല്ലേ. പിന്നെ എക്സ്പോഷർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ലെൻസിലോട്ട് കളർ കയറി വരുന്നത്, അതൊരു 12 ആക്കി. ഇപ്പം എക്സ്പോഷർ കൂട്ടി കഴിയുമ്പോൾ അത് ചെയ്യുക, ലൈറ്റ് കൂടുതൽ നമ്മുടെ ഇതിലോട്ട് കയറാൻ തുടങ്ങി. ആ ലൈറ്റിൻ്റെ സോഴ്സ് നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് നമ്മുടെ ആ ലൈറ്റ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ഇതും മാറും, റൈറ്റ്. നമ്മൾ ക്യാമറയായിട്ട് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ
ക്യാമറയായിട്ട് ഞാൻ ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ അതിനെ ഞാൻ പാൻ ചെയ്ത് മുകളിലോട്ട് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. സി ആ ലൈറ്റിൻ്റെ ആ എഫക്റ്റ് കണ്ടോ? റൈറ്റ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് റെൻഡറിങ്ങിൽ, ഇത് തിൻവോളാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, തിൻവോൾ നമ്മൾ എടുത്ത് കളഞ്ഞു. റെൻഡറിങ്ങിൽ പോയിട്ട്, റെൻഡറിങ് എവിടെയാണ്? ആർണോൾഡ്. റെൻഡറിങ്ങിൽ പോയിട്ട് റെൻഡർ സെറ്റപ്പിനകത്തും റെൻഡർ സെറ്റപ്പ് എവിടെ? ഇതാണോ? ഇത് മെറ്റീരിയലാണ്. ഇത് റെൻഡർ ആയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നമുക്കെന്ത് ഇതും ക്ലോസ് ചെയ്യാം. എന്നിട്ട് റെൻഡർ സെറ്റ് ആർണോൾഡ് റെൻഡറിൻ്റെ ഇതിനകത്തുണ്ട് ചില ക്യാമറയുടെ നമ്പർ ഹെവി ആവും. പക്ഷേ ഇതൊരു ഫോർ എക്സാമ്പിൾ ക്യാമറ എ ഞാൻ 4 ആക്കി, ഡിഫ്യൂസ് 2.1 ആക്കി, സ്പെക്കുലർ 1.8 ആക്കി. ട്രാൻസ്മിഷൻ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ വാല്യൂയില്ല ഇപ്പോൾ പിടിക്കുന്നത്. റൈറ്റ്. ഇനി നമ്മൾ ആക്റ്റീവ് ഷേഡർ ഒന്ന് മാറ്റണം, പ്രൊഡക്ഷനിലോട്ട് ഇടണം. പിന്നെ ഓരോ ലൈനും നിൽക്കണ്ടോ, ആ ഒരു സെറ്റിൽഡ് ലൈറ്റിലോട്ട് നമ്മൾ വരാൻ തുടങ്ങും. റെൻഡറിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി സെറാമിക് ആക്കണ എന്താ ചെയ്യണ്ടേ? സെറാമിക് ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? മെറ്റീരിയലിൽ പോവുക. ഇതല്ലേ നമ്മുടെ മെറ്റീരിയൽ, ഇതല്ലേ? ഇത് പോയിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ എടുത്ത് കളയുക, ട്രാൻസ്മിഷൻ 0 ആക്കുക. പിന്നെ ഇത് വൈറ്റ് ആക്കുക, ഇത് വൈറ്റാണ്, ഫുൾ വൈറ്റ്. പിന്നെ സ്പെക്കുലറുണ്ട്, ട്രാൻസ്മിറ്റ് വേണ്ട, ക്ലിയർ കോട്ടും വേണ്ട, 0. റഫ്നെസ് 0.2 ഉണ്ട്, പക്ഷെ 0 ഇട്ടാലും മതി. ഇല്ലേ നമുക്കൊരു മാപ്പ് പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏതാ F9 സെറാമിക്കായി ഒറ്റയടിക്കത് സെറാമിക്. കാരണം എന്താ എടുത്ത് കളഞ്ഞ നമ്മൾ? ട്രാൻസ്മിഷൻ എടുത്ത് കളഞ്ഞു. പിന്നെ ഉണ്ട് ഇതിനകത്ത് ഗ്ലോ വരുത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം മെറ്റീരിയൽ പോയിട്ട് സ്പെഷ്യൽ ഇഫക്ട്സ്, എമിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, ട്രാൻസ്മിഷൻ കളർ, ട്രാൻസ്മിഷൻ മാപ്പ്, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. കോട്ടുണ്ട്, തിൻ വാൾ, എമിഷൻ. നമുക്കിപ്പോൾ എമിഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. എമിറ്റിംഗ്, എമിറ്റ്. എനിക്ക് എമിഷൻ കൊടുക്കണം ഒരു ബ്ലൂ കളർ, അതിൻ്റെ വാല്യൂ 1. അപ്പോൾ അപ്പോൾ 1 കൊടുക്കണ്ട, നമ്മൾ കൊടുത്തിട്ട് എമിഷൻ